എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങളാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കഥ തുടരുകയാണ് ചെയ്യുന്നത്. ഒരു അശ്വമേധയാഗം ചെയ്യാൻ ആരംഭിക്കുന്ന ദശരഥൻ സുമന്ത്രരോട് തൻ്റെ പുരോഹിതന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേൽപ്പിക്കുകയാണ് ചെയ്യണത്. അതാണ് ഇനി ചെയ്യാൻ പോണത്. നമുക്ക് ശ്ലോകം നോക്കാം. സുയജ്ഞം വാമദേവം ച ജാബാലിമഥ കാശ്യപം പുരോഹിതം വസിഷ്ഠം ച യേ ചാപ്യന്യേ ദ്വിജോത്തമാഃ. ഈ ശ്ലോകത്തിൽ ഗുരുക്കന്മാർ അഥവാ ബ്രാഹ്മണോത്തമന്മാർ അവർ വന്നു. അവരുടെ പേര് മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. അടുത്തൊരു ശ്ലോകം കൂടിയിട്ട് നമുക്കതിൻ്റെ അർത്ഥം ഒരുമിച്ച് പറയാം. 7ാമത്തെ ശ്ലോകം നോക്കൂ. താൻ പൂജയിത്വാ ധർമാത്മാ രാജാ ദശരഥസ്തദാ ഇദം ധർമാർത്ഥസഹിതം ശ്ലക്ഷ്ണം വചനമബ്രവീത്. 6ാമത്തെ ശ്ലോകത്തിൽ ആരൊക്കെയാണ് വന്നവർ, പ്രധാനപ്പെട്ട പുരോഹിതന്മാരുടെ ഗുരുക്കന്മാരുടെ പേര് കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞിരുന്നു. അവരെ ഒന്നുകൂടി എടുത്തു പറയുകയാണ്. സുയജ്ഞൻ, വാമദേവൻ, ജാബാലി, കാശ്യപൻ, പുരോഹിതനായിട്ടുള്ള വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ. അതാണ് പറയണത്. യേ ച അഭി അന്യേ ദ്വിജോത്തമാഃ. ആരൊക്കെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണർ അവിടെ ഉണ്ടായിരുന്നു, രാജാവിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാവുന്നവർ, രാജാവിന് വേണ്ടത്ര ഉപദേശങ്ങൾ കൊടുക്കാൻ അതിന് മാത്രം തക്കതായ ബുദ്ധിയും സാമർഥ്യവും ഒക്കെ ഉള്ളവർ, പഠിപ്പുള്ളവർ, അങ്ങനെയുള്ള എല്ലാവരെയും തന്നെ വിളിച്ചു എന്നാണ് പറയണത്. ഒരു വലിയ കാര്യമാണ് ചെയ്യാൻ പോണത്. പെട്ടെന്ന് തന്നിഷ്ടത്തിന് അങ്ങോട്ട് ചെയ്ത് തീർക്കുകയല്ല ദശരഥൻ ചെയ്യണത്. എല്ലാവരോടും അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് അശ്വമേധയാഗം ചെയ്യാൻ പോണത്. അതിലൊരു ഭാഗമായിട്ടാണ് ഈ പുത്രകാമേഷ്ടി വരണത്. അങ്ങനെ താൻ പൂജയിത്വാ ധർമാത്മാ രാജാ ദശരഥസ്തദാ തദാ അവരെല്ലാവരും രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ദശരഥൻ എന്താ ചെയ്തത്? ധർമാത്മാവായിട്ടുള്ള ദശരഥനെ പറ്റി പറയുമ്പോൾ ഒക്കെ ആദ്യം കൊടുക്കുന്ന ഒരു വിശേഷണമാണ് ധർമാത്മാവ് എന്ന്. പലതവണയായി വാൽമീകി മുനി ഈ ഒരു വാക്ക് പറയുന്നു. ദശരഥൻ വളരെ വലിയ ധാർമ്മികനായിട്ടുള്ളൊരു രാജാവായിരുന്നു. അദ്ദേഹം ധർമ്മത്തെ എതിർത്തുകൊണ്ടൊന്നും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമനെ പോലെ ധർമ്മത്തിൻ്റെ മാതൃകാ പുരുഷോത്തമനായിട്ടുള്ള ഒരു പുത്രൻ ജനിച്ചതല്ലോ, അതിന് സംശയമില്ല. അപ്പോൾ ദശരഥനും അതേപോലെയൊക്കെ തന്നെ ധാർമ്മികനായിരുന്നു എന്ന് കാണിച്ചു തരികയാണ് ചെയ്യണത്. ധർമാത്മാവായിട്ടുള്ള ദശരഥൻ താൻ പൂജയിത്വ, ആ മുനിമാരെ മുഴുവനും ബ്രാഹ്മണരെ മുഴുവനും പുരോഹിതന്മാരെയൊക്കെ തന്നെ പൂജിച്ചിട്ട് ഇദം ധർമാർത്ഥസഹിതം വചനം ശ്ലക്ഷ്ണം അബ്രവീത്. ധർമ്മ അർത്ഥസഹിതം ഇതം വചനം, അതായത് ധർമ്മ അർത്ഥങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതായ ഈ വാക്യം. അതായത് തനിക്കൊരു പുത്രൻ ഉണ്ടാവണം എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള മോഹമെങ്കിലും രാജ്യത്തിൽ ധാരാളമായിട്ട് ധർമ്മവും അർത്ഥവും വർദ്ധിക്കണം എന്നുള്ള മോഹം, അതിനു വേണ്ടിയിട്ടാണ് അശ്വമേധയാഗം ചെയ്യണത്. അശ്വമേധയാഗം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ധർമ്മവും അർത്ഥവും ഒക്കെ വർദ്ധിക്കണത് എന്നാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, യാഗം മുതലായവയൊക്കെ ധാർമ്മികമായിട്ടുള്ള ധർമ്മം നിലനിർത്തുന്നതിന്, ധർമ്മം അഭിവൃദ്ധിപ്പെടുത്തുന്നതിനൊക്കെയുള്ള ഏറ്റവും വലിയ ഉപായങ്ങളാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യ നന്മയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതവുമാണ്. അങ്ങനെ ധർമ്മത്തിൻ്റെ വർധനവ് ഒരു യാഗം നടത്തുന്നതോട് കൂടിയിട്ട് സംഭവിക്കും. എന്തുകൊണ്ടാണ്? അവിടെ വരുന്ന ഋത്വിക്കുകൾ, അവിടെ വരുന്നതായിട്ടുള്ള എല്ലാ പുരോഹിതന്മാരും സ്വേച്ഛ, അവരവർക്ക് പലതും ഉണ്ടാവണമെന്നൊന്നും വിചാരിക്കാതെ സ്വേച്ഛകളൊക്കെ ത്യജിച്ചിട്ട് ലോകത്തിന് മുഴുവനും നന്മ വരാൻ വേണ്ടിയിട്ട്, ആ രാജ്യത്തെ നിവാസികൾക്ക് മുഴുവനും സൗഖ്യമുണ്ടാവാൻ വേണ്ടിയിട്ട്, സുഖമുണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ കർമ്മനിരതരാവുക ചെയ്യണത്. അങ്ങനെയാണ് അവിടെ ധർമ്മം വർദ്ധിക്കപ്പെടുന്നത്. ഇനി അർത്ഥം എങ്ങനെയാണ് വർദ്ധിക്കുന്നതെന്നാണെങ്കിൽ, കുതിരയെ അഴിച്ചുവിടുന്നതോട് കൂടിയിട്ട് കുതിര ഏതേതെല്ലാം ദിക്കുകളിൽ കൂടെ, ഏതേതെല്ലാം രാജ്യങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്നുവോ ആ രാജ്യം, അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ രാജാക്കന്മാർ ഈ ദശരഥനുമായിട്ട് അല്ലെങ്കിൽ അയോധ്യയുമായിട്ടൊരു ബന്ധം വരികയും ഒന്നുകിൽ അവർ തമ്മിലുള്ളതായ യുദ്ധം പ്രഖ്യാപിച്ച് അവരെ തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ ദശരഥന് മുമ്പിൽ അവർ മുട്ടുമടക്കിയിട്ട് ഞങ്ങൾ യുദ്ധത്തിനൊന്നുമില്ല, അങ്ങേക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ്
ഈ ദശരഥനോട് അല്ലെങ്കിൽ അയോധ്യയോട് കടപ്പെട്ടവരായി തീരുകയും ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കുതിരയുടെ സഞ്ചാരം കാരണം, കുതിര ഒറ്റയ്ക്കൊന്നുമല്ല പോവുക, യോദ്ധാക്കൾ പുരോഹിതന്മാരൊക്കെ പോവും. അങ്ങനെയുള്ളതായ ആ സഞ്ചാരം കാരണം രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിക്കും, ധനം വർദ്ധിക്കും. പോകുന്ന ദിക്കിൽ നിന്നൊക്കെ ധനം കൊടുക്കും യാഗം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുതിര എല്ലാ ഭാഗത്തും ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ച് ഈ യോദ്ധാക്കളോടൊപ്പം യജ്ഞശാലയിലേക്ക് വരുന്നു. അതോടൊപ്പം സാമ്പത്തികമായിട്ടുള്ള കുറേ ഉന്നമനവും ഉണ്ടാവുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിസ്തൃതി ചിലപ്പോൾ വർദ്ധിച്ചേക്കാം. അങ്ങനെ ധർമ്മവും അർത്ഥവും ചേർന്നതാണ് ഒരു യാഗം എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അവരവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനകളോട് കൂടിയിട്ട് പുത്രന്മാരുണ്ടാകണം എന്നുള്ള അതിനുള്ള പ്രവൃത്തികൾ കൂടി, അതിനുള്ള പൂജകൾ കൂടി, മന്ത്ര ആഹുതി അർപ്പണങ്ങളും ഒക്കെ നടത്തൽ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ അതോടൊപ്പം ആ ഒരു ലക്ഷ്യം മാത്രമല്ല, ലോകത്തിന് മുഴുവനും, പ്രത്യേകിച്ച് അവരവരുടെ രാജ്യം അത് മാത്രമായിട്ടെങ്കിലും എടുക്കാം, രാജ്യത്തിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് സൗഖ്യമുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറഞ്ഞത് ധർമാർത്ഥ സഹിതമായിട്ടുള്ള യാഗം ചെയ്യാനുള്ളതായ പുറപ്പാടിനെ പറ്റിയിട്ടുള്ള വചനം അവരോടൊക്കെ ആയിട്ട് ശ്ലക്ഷ്ണം അബ്രവീത്. ശ്ലക്ഷ്ണം എന്നുള്ളത് കൊണ്ട് വളരെ സാവധാനം, വളരെ മധുരമായിട്ട്, അതായത് അവരത് അംഗീകരിക്കണമല്ലോ. ഗുരുക്കന്മാരത് കേട്ടിട്ട് വളരെ നന്നായി, മഹാരാജാവെ അങ്ങ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി, വളരെ ഭംഗിയായിട്ടത് നടത്തന്നെ വേണം എന്ന് അനുമതി കൊടുക്കണമല്ലോ. അതിന് തക്കവണ്ണം അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോണതെങ്കിലും അത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ടുള്ള മധുരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് രാജാവ് ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് സമ്മതം വാങ്ങി. അതിനു വേണ്ടിയിട്ട് സംസാരിച്ചു. അതാണ് ഇവിടെ പറയണത്. ധർമാർത്ഥസഹിതം വചനം ശ്ലക്ഷ്ണം അബ്രവീത്. ദശരഥൻ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ, 8ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ശ്ലോകം നോക്കൂ. മമലാലപ്യമാനസ്യ സുതാർത്ഥം നാസ്തി മേ സുഖം തദർത്ഥം ഹയമേധേന യക്ഷ്യാമീതി മതിർമമ. എൻ്റെ യഥാർത്ഥ അവസ്ഥ അതാണ്. ദശരഥൻ സത്യസന്ധനാണ്, ധാർമ്മികനാണെന്ന് പറയണത്. സുതാർത്ഥം ലാലപ്യമാനസ്യ മമ സുഖം നാസ്തി. മമ അവിടെ മേ എന്നുള്ളതും മമ എന്നുള്ളതും 2 തവണ പറഞ്ഞിട്ടുണ്ട്. അതായത് മമ എന്നുള്ളതും മേ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്, ഒരേ അർത്ഥത്തിലുള്ളതാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ ശരിക്കും എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പുത്രനുണ്ടാവണേ എന്നുള്ള അതികഠിനമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഒരു പുത്രനുണ്ടാവാൻ കൊതിച്ചിരിക്കുകയാണ്. അതാണ് പുത്രാർത്ഥം സുതാർത്ഥം ലാലപ്യമാനഹ. ലാലപ്യമാനൻ എന്ന് പറഞ്ഞാൽ മനസ്സിൽ കൊതിപൂണ്ടിരിക്കുന്നവൻ, അങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവനായ എനിക്ക് എന്തില്ല? സുഖം നാസ്തി. എനിക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എന്ത് നല്ല പ്രവൃത്തി, എന്ത് സുഖമുള്ള കാര്യം ചെയ്യുമ്പോഴും കുട്ടികളില്ലല്ലോ. എൻ്റെ ഈ കിരീടവും അല്ലെങ്കിൽ അവകാശവുമൊക്കെ ആർക്കാണ് ഇനി ഞാൻ നൽകുക? എൻ്റെ പിന്തുടർച്ചാവകാശക്കാരനായിട്ടൊരു മകനില്ലല്ലോ എന്നുള്ള ദുഃഖം എന്നെ എപ്പോഴും പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യവും എനിക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിന് സന്തോഷം അനുഭവപ്പെടുന്നില്ല. അതാണ് മേ സുഖം നാസ്തി. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് തദർത്ഥം, അപ്പോൾ സുതൻ ഉണ്ടാവുകയും വേണം, രാജ്യത്തിന് നന്മയുണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് ഹയമേധേന യക്ഷ്യാമി ഇതി മമ മതി. ഹയമേധം, ഹയം കുതിരയാണ്, ഹയമേധേന അശ്വമേധയാഗം കൊണ്ട് ഒരു ആരാധനം നടത്താമെന്ന്, അശ്വമേധം എന്ന പേരുള്ള യാഗം നടത്താമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതാണ് മേ മതി. എൻ്റെ മതി, എൻ്റെ ബുദ്ധിയിൽ തോന്നുകയാണ് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടും രാജ്യത്തിന് നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു അശ്വമേധയാഗം നടത്താമെന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയിക്കാനാണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം രാജാവ് ഗുരുക്കന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. യക്ഷ്യാമി എന്നുള്ള വാക്കുകൊണ്ട് യാഗം ചെയ്യാൻ പോവുകയാണ്. വൈകാതെ തന്നെ, ഏറ്റവും അടുത്ത ഭാവിയിൽ അശ്വമേധം എന്ന പേരുള്ളൊരു യാഗം ഞാനിതാ തുടങ്ങാൻ പോവുകയാണ്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം മക്കളുണ്ടാവണം തന്നെയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിൽ സമൃദ്ധിയും സൗഖ്യവും ആരോഗ്യവും ഒക്കെ ജനങ്ങൾക്ക് ഉണ്ടാവുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് അശ്വമേധയാഗം ചെയ്യാൻ പോണത്. എന്നിട്ട് 9ാമത്തെ ശ്ലോകം നോക്കൂ. തദഹം യഷ്ടുമിച്ഛാമി ശാസ്ത്രദൃഷ്ടേന കർമ്മണ
കഥം പ്രാപ്സ്യാമ്യഹം കാമം ബുദ്ധിരത്ര വിചിന്യതാം. അങ്ങനെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു യാഗം ചെയ്യണം എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. അതാണ് തദഹം യഷ്ടും ഇച്ഛാമി. അതുകൊണ്ട് അഹം യഷ്ടും ഇച്ഛാമി, ഞാൻ യാഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? ശാസ്ത്രദൃഷ്ടേന കർമ്മണ, ശാസ്ത്രവിധി പ്രകാരം യാഗം ചെയ്യാൻ അറിയുന്നവർ അല്ലെങ്കിൽ യാഗം ചെയ്യിച്ച ശീലമുള്ളവരായിട്ടുള്ള പുരോഹിതന്മാർ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച്, അതാണ് ശാസ്ത്രദൃഷ്ടേന കർമ്മണ, അവർ പറയണതൊക്കെ കേട്ടുകൊണ്ട് വേണ്ടതുപോലെ യഥാവിധി യാഗം ചെയ്യണം എന്ന് ഞാനിതാ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഫലം എങ്ങനെ കിട്ടാം? കഥം പ്രാപ്സ്യാമ്യഹം കാമം ബുദ്ധിരത്ര വിചിന്യതാം. എങ്ങനെ എനിക്ക് പുത്രന്മാരെ കിട്ടും? അതാണ് കഥം അഹം കാമം പ്രാപ്സ്യാമി. അങ്ങനെ ഭംഗിയായിട്ട് യാഗം ചെയ്താൽ, എങ്ങനെയൊക്കെ ചെയ്താലാണ് എൻ്റെ ഇച്ഛ നിറവേറുന്നത്? എൻ്റെ മനസ്സിലൊരു കാമുണ്ടല്ലോ, കുട്ടികളുണ്ടാവണം എന്നുള്ള മോഹം, അത് നിറവേറണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? ആ അശ്വമേധയാഗം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ വിഷയത്തിൽ അത്ര ബുദ്ധി വിചിന്യതാം. അതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം ആലോചിക്കൂ, എനിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകൂ എന്നാണ് ദശരഥൻ ബ്രാഹ്മണരോട് പറയണത്, അല്ലെങ്കിൽ പുരോഹിതന്മാരോട് പറയണത്. അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് ചെയ്ത് ശീലമില്ല, ചെയ്ത് നോക്കിയിട്ടില്ല, ആരോടും ചോദിച്ചിട്ടുമില്ല. അത് നന്നായി ചെയ്തു തീർക്കാനുള്ളതായ ഉപദേശമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്. വേണ്ടതൊക്കെ പറഞ്ഞു തരണം എന്നാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് അത് കേട്ടപ്പോൾ ഗുരുക്കന്മാരൊക്കെ എന്താ പറഞ്ഞതെന്ന് പറയാണ്. 10ാമത്തെ ശ്ലോകം നോക്കൂ. തദസാദ്ഭിതി തദ്വാക്യം ബ്രാഹ്മണ പ്രത്യപൂജയൻ വസിഷ്ഠപ്രമുഖാ സർവേ പാർത്ഥിവസ്യ മുഖേരിതം. അപ്പോൾ അവിടെ കൂടിയിരുന്നവരായിട്ടുള്ള സകല ബ്രാഹ്മണരും എല്ലാവർക്കും സന്തോഷമായി. അതാണ് പാർത്ഥിവസ്യ മുഖേരിതം ശ്രുത്വ, പാർത്ഥിവൻ പറഞ്ഞതായിട്ടുള്ള വാക്യങ്ങൾ, പാർത്ഥിവസ്യ മുഖേരിതം തദ്വാക്യം ശ്രുത്വ. ശ്രുത്വ എന്നുള്ളത് അവിടെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് കൂട്ടി വായിക്കണം. അത് കേട്ടിട്ട് സാധു ഇതി തതഃ, തദനന്തരം പാർത്ഥിവസ്യ മുഖേരിതം തദ്വാക്യം ശ്രുത്വ വസിഷ്ഠപ്രമുഖാः ബ്രാഹ്മണാः സർവേ ബ്രാഹ്മണാः സാധു ഇതി പ്രത്യപൂജയൻ. വളരെ നല്ല അഭിപ്രായം, ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്, ഇങ്ങനെ തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന്. സാധു ഇതി, വളരെ നന്നായി, എന്താണ് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത് എന്നുള്ള രീതിയിൽ ഈ ഒരു അഭിപ്രായം വന്ന ഉടനെ തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങാം എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. സാധു ഇതി, വളരെ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് വസിഷ്ഠപ്രമുഖന്മാരായിട്ടുള്ള ബ്രാഹ്മണരെല്ലാവരും തന്നെ രാജാവിനെ അഭിനന്ദിച്ചു. സർവേ വസിഷ്ഠപ്രമുഖാः ബ്രാഹ്മണാः, അവിടെ കൂടിയിരുന്ന വസിഷ്ഠൻ, വാമദേവൻ തുടങ്ങിയിട്ടുള്ള സകല ബ്രാഹ്മണരും പാർത്ഥിവസ്യ മുഖേരിതം തദ്വാക്യം ശ്രുത്വ, പാർത്ഥിവൻ രാജാവ് പറഞ്ഞതായിട്ടുള്ള വാക്യങ്ങളൊക്കെ കേട്ടിട്ട് അവർ രാജാവിനെ വളരെയധികം അഭിനന്ദിച്ചു, അനുകൂലിച്ചു. പ്രത്യപൂജയൻ എന്നുള്ളതിന് അനുകൂലിച്ചു, അഭിനന്ദിച്ചു എന്നൊക്കെ അർത്ഥം. ഇങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം അവരെല്ലാവരും കൂടി രാജാവിനെ അറിയിച്ചു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സുയജ്ഞം വാമദേവം ച ജാബാലിമഥ കാശ്യപം പുരോഹിതം വസിഷ്ഠം ച യേ ചാപ്യന്യേ ദ്വിജോത്തമാഃ താൻ പൂജയിത്വാ ധർമാത്മാ രാജാ ദശരഥസ്തദാ ഇദം ധർമാർത്ഥസഹിതം ശ്ലക്ഷ്ണം വചനമബ്രവീത്. മമ ലാലപ്യമാനസ്യ സുതാർത്ഥം നാസ്തി മേ സുഖം തദർത്ഥം ഹയമേധേന യക്ഷ്യാമീതി മതിർമമ. തദഹം യഷ്ടുമിച്ഛാമി ശാസ്ത്രദൃഷ്ടേന കർമ്മണ കഥം പ്രാപ്സ്യാമ്യഹം കാമം ബുദ്ധിരത്ര വിചിന്യതാം. തതസാദ്വിതി തദ്വാക്യം ബ്രാഹ്മണാഃ പ്രത്യപൂജയൻ വസിഷ്ഠപ്രമുഖാः സർവേ പാർത്ഥിവസ്യ മുഖേരിതം. പാർത്ഥിവൻ അങ്ങനെ പറയണത് കേട്ടിട്ട് ആ രാജാവിനെ പ്രത്യപൂജയൻ, ഇങ്ങളെങ്ങനെയാണോ പൂജിച്ചത്, ആരാധിച്ചത്, അതേപോലെ തന്നെ തിരിച്ചും ആരാധിച്ചു, അനുകൂലിച്ചു എന്നർത്ഥം. ഇനി
ആ ഒരു സന്തോഷം തൻ്റെ ഗുരുക്കന്മാരൊക്കെ തന്നെ അംഗീകരിച്ചു എന്നുള്ള സന്തോഷം മന്ത്രിമാരോട് അവതരിപ്പിക്കുന്ന ദശരഥനെ നമുക്ക് അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.